എടാ സഞ്ജു, എനിക്കൊരാഗ്രഹം. എന്താടാ, നീ പറയാറുണേ. എനിക്ക് ഒരു പെണ്ണിനെ അറിയണം. വയസ്സ് 35 പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. ഇപ്പോഴും നിന്നെ പണ്ട് തേച്ചിട്ട് പോയ പെണ്ണിനെ ഓർത്തിരിക്കുമല്ലേ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇപ്പോൾ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ നിനക്ക് പറ്റുമോ? എനിക്ക് ഇന്ന് വരെ ഒരു സ്ത്രീ സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് പറ്റുമെങ്കിൽ സാധിച്ചതാ. അളിയാ, ഞാൻ ഇടയ്ക്കിടെ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിനക്ക് പറ്റിയ നല്ല പീസുകൾ കാണാം. ആരും അറിയാതെ വേണം കേട്ടോ. നാട്ടിലറിഞ്ഞാൽ നാണക്കേടാണ്. ഈ മുംബൈയിൽ നമ്മളെ പരിചയമുള്ള ആരാടാ ഉള്ളത്? പിന്നെ നമ്മൾ പോണ സ്ഥലത്ത് മൊത്തം ഹിന്ദിക്കാരികളല്ലേ. എയ്ഡ്സ് വല്ലതും വരുമോ സഞ്ജു? നീ കോണ്ടിടണം, പിന്നെ നോക്കിയും കണ്ടു ചെയ്യണം. പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ എയ്ഡ്സ് ഒന്നും വരില്ല. എന്നാ നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേ. ഇന്ന് രാത്രി തന്നെ പോയേക്കാം. എങ്കിൽ ശരി. ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്കിൽ സുഹൃത്തുക്കളായ സഞ്ജുവിൻ്റെയും അരുണിൻ്റെയും സംസാരം അരുണിന് ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചായിരുന്നു. പാലക്കാടുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായി മുംബൈയിൽ ജോലിക്ക് വന്നതാണ് അരുണും സഞ്ജുവും. വന്നിട്ടിപ്പോൾ 10 വർഷമായി. സഞ്ജുവിൻ്റെ നാട്ടിൽ ഭാര്യയും മക്കളും ഉണ്ട്. അരുണിന് ഒരു തേപ്പ് കിട്ടിയതിൽ പിന്നെ കല്യാണത്തെക്കുറിച്ച് ചിന്തയില്ല. നാട്ടിലൊരു പെണ്ണിനെ അരുണിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹേമ എന്നായിരുന്നു അവളുടെ പേര്. അവൾക്കും ഇഷ്ടമായിരുന്നു. ജാതി വേറെ ആയതുകൊണ്ട് ഹേമയുടെ വീട്ടിൽ ബന്ധം അറിഞ്ഞപ്പോൾ വലിയ എതിർപ്പ് തന്നെ ഉണ്ടായി. അങ്ങനെ ഇരുവരും ആരും അറിയാതെ ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തു. അരുൺ ഹേമയെ കാത്ത് രാവ് വെളുക്കുവോളം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു. പക്ഷെ ഹേമ വന്നില്ല. നേരം വെളുത്തപ്പോൾ അറിഞ്ഞു അവരുടെ ഒളിച്ചോട്ടം വീട്ടിൽ കണ്ടുപിടിച്ചിട്ട് രാത്രി തന്നെ അവളെ ദൂരെയുള്ള ഏതോ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കടത്തിയെന്ന്. അവിടെ വെച്ച് ഏതോരത്തിന് കെട്ടിച്ചു കൊടുത്തു. പിന്നെ അവളെപ്പറ്റി ഒരറിവും ഇല്ലാതെയായി. നാണക്കേടും പ്രണയനഷ്ടവും കാരണം അവൻ പിന്നെ അവിടെ നിന്നില്ല. നാട് വിട്ട് സഞ്ജു ജോലി ചെയ്യുന്ന മുംബൈയിലെ കമ്പനിയിൽ വന്നു. ഡാരുണേ, നിനക്കെന്താ ഇത്ര നാളും ഇല്ലാതിരുന്ന സ്ത്രീ സുഖം അറിയാൻ പെട്ടെന്നൊരാഗ്രഹം? അതറിയില്ല സഞ്ജു, 2-3 ദിവസമായി മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹം തോന്നുന്നു. എന്താ കാരണമെന്നറിയില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോണത്. ശരിയാക്കാം. നിന്റെ ആഗ്രഹം എന്തായാലും ഇന്ന് നടക്കും. മുംബൈയിലെ ചുവന്ന തെരുവിനോട് ചേർന്നുള്ള ഒരു 2-നില കെട്ടിടം. മുൻവശത്തെ വാതിലിനടുത്ത് തന്നെ തടിച്ച ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. മുറുക്കാൻ ചവച്ച് തുപ്പിച്ചുവന്ന ചുണ്ടുകൾ. വായുടെ അരികിലൂടെ ഒലിച്ചിറങ്ങിയ മുറുക്കാൻ നീട്ടിത്തുപ്പി അവർ രണ്ടാളെയും നോക്കി. ദീദി, 2 പെണ്ണുങ്ങളെ കിട്ടോ? സഞ്ജു ഹിന്ദിയിൽ അവരോട് ചോദിച്ചു. ഇന്ന് കസ്റ്റമർ കൂടുതലാണല്ലോ, കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും, ദീദി പറഞ്ഞു. എടാ, കാത്തിരിക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ടാൽ നാണക്കേടാണ്. ആര് കാണാനാരുണേ? ഓഫീസിലുള്ള ആരെങ്കിലും നമ്മളെപ്പോലെ ഇങ്ങോട്ടൊക്കെ വന്നാലോ? നീ പറയുന്നത് ശരിയാ. ദീദി കാത്തിരിക്കാൻ പറ്റില്ല. വേറെ ആരുമില്ലേ? ഇന്ന് പുതുതായി വന്ന 2 പെണ്ണുങ്ങളുണ്ട്. ഈ പണിക്ക് ഫ്രഷാണ്. റേറ്റ് കുറച്ച് കൂടും. അത് മതിയെങ്കിൽ കാശ് വെച്ചിട്ട് മുകളിലേക്ക് പൊക്കോ. റേറ്റൊന്നും പ്രശ്നമില്ല. ദീദി കാശ് പിടിക്ക്. സഞ്ജു പോക്കറ്റിൽ നിന്ന് നോട്ടുകളെടുത്ത് മേശപ്പുറത്തിട്ടു. ദീദി അതെടുത്ത് മാറിനുള്ളിൽ തിരികെ വെച്ചു. അത് കഴിഞ്ഞ് അവർ തന്നെ അവരെ മുകളിലെ 2 മുറിക്ക് മുന്നിൽ കൊണ്ടുവിട്ടു. അരുണിന് ആദ്യമായതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു. 2 പേരും 2 മുറിയിലേക്ക് കയറിപ്പോയി. സഞ്ജു നോക്കുമ്പോൾ പൂവമ്പഴം പോലെ ഒരു പെണ്ണ് കട്ടിലിരിക്കുന്നു. അവനെ കണ്ട് അവൾ ചിരിച്ചു. അവനും അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്നു. അടുത്തേക്ക് ചെന്ന് ആക്രാന്തത്തോടെ ആ പെണ്ണിനെ അവൻ കെട്ടിപ്പിടിച്ചു. പതിയെ കഴുത്തിലും മുഖത്തും ഉമ്മ വെച്ചു. അവളും അവനൊപ്പം സഹകരിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ സഞ്ജു ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അമർന്നു. ആ പെണ്ണിന്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾ ഈ പണിക്ക് ആദ്യമായി അല്ലെന്ന് അവന് മനസ്സിലായി. ദീദി പറ്റിച്ചു, അല്ലെങ്കിൽ ഇവരെ ദീദിക്ക് വിറ്റവർ അവരെ പറ്റിച്ചുവെന്ന് സഞ്ജുവിന് തോന്നി. എന്തായാലും കാര്യം നടന്നാൽ മതിയല്ലോ എന്നേ അവനുണ്ടായിരുന്നുള്ളൂ. പൈസ ഒരു പ്രശ്നമായിരുന്നില്ല. അതേസമയം അടുത്ത മുറിയിൽ കയറി അരുൺ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കട്ടിലിൽ പുറംതിരിഞ്ഞ് ഒരു പെണ്ണ് പേടിച്ച് കരയുന്നുണ്ട്. അത് കണ്ട് അവനും വല്ലാതെയായി. എന്നെ ഒന്നും ചെയ്യല്ലേ എന്നിടയ്ക്കിടെ പറയുന്നുണ്ട്. കരച്ചിൽ ശബ്ദത്തിനിടയിൽ അവളുടെ ശബ്ദം വ്യക്തമല്ല എങ്കിലും ആൾ മലയാളിയാണെന്ന് അവന് മനസ്സിലായി. കുട്ടി കരയണ്ട. കൂട്ടുകാരൻ്റെ കൂടെ ഒരു കൗതുകത്തിന് ആദ്യമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണിനെയും തൊട്ടിട്ടില്ല. സ്നേഹിച്ച പെണ്ണിനെ പോലും തൊടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യില്ല, എന്നെ പേടിക്കണ്ട. അവൻ്റെ ശബ്ദം കേട്ട് ആ പെണ്ണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അരുണേട്ടാ? ഏട്ടനോ? ഹേമേ, നീ എങ്ങനെ ഇവിടെ? താൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പെണ്ണിനെ അവിടെ കണ്ട ഞെട്ടലിലായിരുന്നു അരുണും. നമ്മുടെ ഒളിച്ചോട്ടം
വീട്ടിലറിഞ്ഞിട്ട് ആ രാത്രി തന്നെ എന്നെ അച്ഛൻ ദൂരെയുള്ള ചിറ്റയുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവിടുന്ന് ചിറ്റയുടെ ബന്ധത്തിലുള്ള ഒരു ബിസിനസ്സുകാരന് കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ പണവും സ്വർണവും തീരുന്നത് വരെ എന്നോട് അയാൾക്ക് സ്നേഹമായിരുന്നു. അരുണേട്ടൻ മനസ്സിലുള്ളത് കൊണ്ട് അയാളെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അയാളുടെ സ്നേഹവും അഭിനയമായിരുന്നു എന്ന് പിന്നെ അറിയാൻ പറ്റി. കുറേ വർഷം അയാളുടെ അടിയും തൊഴിയും സഹിച്ച് അവിടെ നിന്നു. നാടുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയില്ല. അയാളുടെ മുംബൈയിലെ വീട്ടു തടങ്കലിലായിരുന്നു ഞാൻ. എന്നെ മടുത്തു തുടങ്ങിയപ്പോൾ ദിവസവും ഓരോ പെണ്ണുങ്ങളെ കൊണ്ട് വീട്ടിൽ വരും. പേടിച്ചിട്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞപ്പോൾ കുറേ അടി കിട്ടി. പരിചയമില്ലാത്ത സ്ഥലം, അറിയാത്ത ഭാഷ, രക്ഷപ്പെടാൻ ഒരു വഴിയില്ലായിരുന്നു. എല്ലാം സഹിച്ച് അവിടെ കിടന്ന് നരകിച്ചു. പിന്നെ അറിഞ്ഞു അയാളുടെ ബിസിനസ് നശിച്ചു തുടങ്ങിയെന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെയുള്ള മാർവാടിക്ക് അയാൾ എന്നെ വിറ്റു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അരുണിനെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു. എന്നെ ഇവിടുന്ന് രക്ഷിക്കരുണേട്ടാ. മരിക്കാൻ പോലും ഇവിടെ അനുവാദമില്ല. ഇപ്പൊ തന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാം. അരുൺ സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവളെ കെട്ടിപ്പിടിച്ചു. സഞ്ജു അപ്പുറത്തെ മുറിയിൽ നിന്ന് വന്നതും അവനോട് കാര്യം പറഞ്ഞു. അവിടെ നിന്ന് ഒരു പെണ്ണിനെ പുറത്തു കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല എന്ന് അവൻ പറഞ്ഞു. താഴെ ചെന്ന് നോക്കുമ്പോൾ ദീദി കസേരയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നു. അവരുടെ ശിങ്കിടി താഴെ ഒരു പെണ്ണിൻ്റെ മുറിയിൽ കയറി പോകുന്നത് കണ്ടു. അതാണ് നല്ല അവസരം എന്ന് തോന്നിയിട്ട് ഹേമയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ശബ്ദം ഉണ്ടാക്കാതെ ആ കെട്ടിടത്തിൽ നിന്നും പുറത്തു ചാടി ഊടുവഴികളിൽ കൂടി ഓടി റോഡിലെത്തിയതും ഒരു ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്നില്ല. റൂമിൽ പോയി ഞങ്ങളുടെ വസ്ത്രവും എടുത്ത് ഞങ്ങൾ ഹേമയെയും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് തിരിച്ചു. പുതിയ ജീവിതം അവിടെ തുടങ്ങാമെന്ന പ്രതീക്ഷയിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.